നായികന്റെ പാരന്റ്സ് നായികനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ സമയം അവർ കേൾക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യം അവർ കേൾക്കുന്നു. നായിക ഒരു ലെസ്ബിയനാണെന്ന്, അവൾ മറ്റൊരു പെണ്ണുമായിട്ട് പ്രണയത്തിലാണെന്ന്. ഈ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന കുറേയധികം കാര്യങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. മൂവിയുടെ അവസാനത്തില് നായകന്റെ ആ ഇഷ്ടം വീട്ടുകാർ സമ്മതിക്കുവോ, അതെയോ അതിനെ ചൊല്ലി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ എല്ലാ മച്ചാന്മാരെയും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ കാതൽ 80 പൊതു ഉടമേ എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയാണ്. Then are you ready for this video? Okay, then let's go. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ സംയുക്ത എന്ന് പറയുന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു. അവളിപ്പോ വീട്ടില് ഒരുപാട് സാഡായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം അവളുടെ അമ്മ അവിടേക്ക് വരുന്നു. മോളെന്താ ആകെ ശോകമായിട്ടിരിക്കുന്നത്, എന്തുണ്ടെങ്കിലും അമ്മേനോട് പറയാന്ന് ഈ സമയം അമ്മ പറയുന്നു. ഈ സമയം അവളൊന്ന് ആലോചിക്കുവാണ്, കാര്യം അമ്മേനോട് പറയണോ എന്ന്. എന്ന അമ്മ വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്ന സമയം അവൾ തുറന്നു പറയുന്നു അവൾക്കൊരു പ്രണയമുണ്ടെന്ന്. നായിക ഈ ഒരു കാര്യം പറയുമ്പോൾ ഇത് കേട്ട അമ്മ അവളോട് ദേഷ്യപ്പെടുമെന്നാണ് നായിക വിചാരിച്ചത്. എന്ന അമ്മ വളരെ കൂളായിട്ടാണ് അത് എടുക്കുന്നത്. അത്രേ ഉള്ളോ, ഈ പ്രായത്തിൽ പ്രണയമൊക്കെ ഉണ്ടാവും. നായകന്റെ അച്ഛന്റെ അമ്മേന്റെയും ഒരു ലവ് മാരേജ് ആയിരുന്നു. ഈ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെയാണ് അമ്മ ഇത് വളരെ കൂളായിട്ട് എടുക്കുന്നത്. അങ്ങനെ അമ്മ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചെങ്കിലും നമ്മുടെ നായിക ഇപ്പോഴും ഉള്ളതാണ്. അതിനൊരു കാരണമുണ്ട്, അത് നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നമ്മുടെ നായിക ഒരു പിസ്സ ഷോപ്പിൽ ഇരിക്കുന്നു. ഇതിന്റെ ഓണറായി രവീന്ദ്ര നായികന്റെ ഒരു നല്ല സുഹൃത്താണ്. നായിക ഇപ്പൊ അവിടെ അങ്ങനെ സാഡായിട്ടിരിക്കുന്നത് കണ്ടിട്ട് അവനിപ്പോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തായി നീ കാര്യങ്ങൾക്ക് അമ്മേനോട് വീട്ടിൽ പറഞ്ഞോന്ന് ചോദിക്കുന്നു. പറഞ്ഞൊന്നും പറഞ്ഞോണ്ട് ഇന്നലെ വീട്ടില് അമ്മേനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നായിക ഇപ്പൊ അവനോട് ഷെയർ ചെയ്യുന്നു. വീക്കെൻഡില് പ്രണയിക്കുന്ന ആളെ വീട്ടിലേക്ക് വിളിക്ക്, അമ്മയ്ക്കൊന്ന് കാണണമെന്നും അമ്മ പറയുന്നുണ്ടായിരുന്നു. നായകന്റെ അമ്മേന്റെ പേര് ലക്ഷ്മി എന്നാണ്. ലക്ഷ്മി നായികനെ സാം എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. സോ നമുക്കും അങ്ങനെ വിളിക്കാം. നായകന്റെ അമ്മ ഒരു മോട്ടിവേഷണൽ സ്പീക്കറും ഒരു യൂട്യൂബറുമാണ്. ഇവരുടെ വീട്ടില് ഒരു സർവന്റ് ഉണ്ട്, അവരുടെ പേര് മേരി എന്നാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി വീക്കെൻഡ് കാണിക്കുന്നു. ഇന്നാണ് സാമിനോട് പ്രണയിക്കുന്ന ആളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, ഒന്ന് കാണണം നമ്മ പറഞ്ഞ ദിവസം. അങ്ങനെ ഇപ്പൊ രാവിലെ തന്നെ നമ്മുടെ നായികയാണെങ്കിൽ രവീന്ദ്രനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് എല്ലാം ഓക്കെ അല്ലേ, നിങ്ങൾ കറക്റ്റ് ടൈമിന് എത്തില്ലേ എന്നൊക്കെ നായിക ചോദിക്കുവാണ്. എത്തുന്നു രവീന്ദ്രൻ പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് നമ്മുടെ നായികന്റെ അമ്മയായ ലക്ഷ്മിനെ കാണിക്കുന്നു. ഇന്ന് നായികന്റെ ബോയ് ഫ്രണ്ട് വരുമല്ലോ എന്ന് വിചാരിച്ച് അവരാണെങ്കിൽ അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുവാണ്. ഈ സമയത്ത് ജോലിക്കാരിയായ മേരി ലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് സാം കൂട്ടിക്കൊണ്ടുവരുന്ന അവളെ ഇഷ്ടപ്പെടുന്ന ആ പയ്യനെ ചേച്ചിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ചേച്ചി എന്ത് ചെയ്യുമെന്ന്. അവൾ കൊണ്ടുവരുന്ന ആളെ എനിക്ക് ഇഷ്ടപ്പെടും, ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കുമെന്ന് ഈ സമയം ലക്ഷ്മി മേരിനോട് പറയുന്നു. അത് കഴിഞ്ഞ് ലക്ഷ്മി ആണെങ്കിൽ അവരുടെ ഭർത്താവിനെ കോൾ ചെയ്യുന്നു. ആക്ച്വലി ഇവർ സെപ്പറേറ്റഡ് ആണ്. ദേവരാജൻ എന്നാണ് ഇയാളുടെ പേര്, അതായത് നായികന്റെ അച്ഛന്റെ പേര്. നായികന്റെ അമ്മയായിട്ട് സെപ്പറേറ്റഡ് ആയതിനു ശേഷം അയാൾ ഒരു സെക്കൻഡ് മാരേജ് എല്ലാം കഴിഞ്ഞ് ആ ഒരു രീതിക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലക്ഷ്മി ദേവരാജനെ വിളിച്ചത് ഇങ്ങനെ നായികന്റെ ഈ കാര്യം പറയാൻ വേണ്ടിയാണ്. ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഇങ്ങനെ ഈ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ അയാൾക്ക് ചെറിയൊരു നീരസം വരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആ പയ്യനെ കാണാൻ പോകുന്നില്ല എന്ന് അയാൾ തീരുമാനിക്കുകയാണ്. ഈ സമയം അയാളുടെ സെക്കൻഡ് വൈഫ് പറയുന്നുണ്ട്, എന്തായാലും അവർ വിളിച്ചു പറഞ്ഞതല്ലേ, ഒന്ന് പോയി കൂടെ എന്ന്. എന്നാൽ അയാൾ പോകുന്നില്ല എന്ന് വാശി പിടിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനിൽ നമ്മുടെ നായികന്റെ വീഡിയോ കാണിക്കുന്നു. നായിക ഇപ്പം നല്ല ഒരുങ്ങി റെഡിയായി വൈകുന്നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം അവളുടെ ഫോണിലേക്ക് ദേവരാജ്, അതായത് അവളുടെ അച്ഛൻ കോൾ ചെയ്യുവാണ്. ലക്ഷ്മി കാര്യം കുറച്ചു മുമ്പാണ് തന്നെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തനിക്കിപ്പം അങ്ങോട്ട് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. മോള് വിഷമിക്കണ്ട, അച്ഛൻ മറ്റൊരു ദിവസം അങ്ങോട്ട് ഇറങ്ങിക്കോളാം. അല്ലെങ്കിൽ മോൾ ഇഷ്ടപ്പെടുന്ന ആളെയും കൂട്ടിക്കൊണ്ട് മോളൊരു ദിവസം ഇങ്ങോട്ട് വാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിന്നറൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാന്ന് അച്ഛൻ പറയുന്നു. ഇത് കേൾക്കുന്ന നായിക ഓക്കെയൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴും നമ്മുടെ നായികന്റെ മനസ്സിൽ എന്തൊക്കെ ടെൻഷൻ ഉണ്ട്, അതിന്റെ കാരണം ഉടനെ മനസ്സിലാവും. അങ്ങനെ ഇപ്പൊ ഒരു കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കുന്നു. നായിക എന്ന് വാല് തുറക്കുന്ന സമയത്ത് രവീന്ദ്രും നന്ദിനി എന്ന് പറയുന്നൊരു പെണ്ണും വന്നിരിക്കുന്നു. അപ്പൊ നായികന്റെ ബോയ് ഫ്രണ്ട് എന്തി, ഇങ്ങനെയല്ല നമ്മളിപ്പോ ആലോചിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. രവീന്ദ്രന്റെ കൂടെ രവീന്ദ്ര കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ഈ നന്ദിനി എന്ന് പറയുന്ന പെണ്ണില്ലേ, ഇവളെയാണ് സാം പ്രണയിക്കുന്നത്. ആക്ച്വലി ഇവര് ലെസ്ബിയൻസ് ആണ്. ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ നായിക ഒരുപാട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായിട്ട് കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ നായിക അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ഇപ്പൊ രവീന്ദ്ര നന്ദിനിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്ന സമയം രവീന്ദ്രനെ കണ്ട നമ്മുടെ നായികന്റെ അമ്മ, അതായത് ലക്ഷ്മി, ഇവനായിരിക്കും തന്റെ മകളെ പ്രണയിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് തെറ്റിദ്ധരിക്കുന്നു. രവീന്ദ്ര കാണാൻ നല്ലൊരു പയ്യനാണ്, അതുകൊണ്ട് തന്നെ അവനെ ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ അവരവിടെ വന്നിരിക്കുന്ന സമയത്ത് സാമിന്റെ അടുത്ത് നന്ദിനി വന്നിരിക്കുന്നു. രവീന്ദ്ര തൊട്ടിപ്പുറത്താണ് ഇരിക്കുന്നത്. ഈ സമയം ലക്ഷ്മി നന്ദിനിയോട് അവിടുന്ന് എഴുന്നേറ്റിപ്പുറത്തേക്ക് ഇരിക്കാൻ പറയുന്നു. എന്നിട്ട് നായികന്റെ അടുത്ത് രവീന്ദ്രൻ ഇരുത്തുവാണ്. എന്നിട്ട് മരുമകൻ എന്നുള്ള രീതിയിൽ രവീന്ദ്രനോട് അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ കൂടെ വന്ന നന്ദിനിനെ ഒന്നും മൈൻഡ് ആക്കുന്നു കൂടിയില്ല. അതുപോലെ തന്നെ മരുമകനാകാൻ പോകുന്ന ആൾക്ക് വേണ്ടി ലക്ഷ്മി ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ഗിഫ്റ്റ് എടുത്ത് രവീന്ദ്രന്റെ കയ്യിൽ ലക്ഷ്മി കൊടുക്കുവാണ്. നായികന്റെ അമ്മ ഈ രീതിക്കാണ് കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഈ സമയം രവീന്ദ്രന് മനസ്സിലാവുകയാണ്. അങ്ങനെ പണി പാളിയെന്ന് മനസ്സിലാക്കുന്ന രവീന്ദ്ര എന്ത് ചെയ്യും, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ എന്ന് വിചാരിക്കുന്നു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അമ്മ ഈ സമയം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ പോകുന്ന അതേ സമയം തന്നെ അവരാണെങ്കിൽ ഭർത്താവായ ദേവരാജിനെ വിളിച്ചിട്ട് ഇന്ന പോലെ അവരെത്തി. രവീന്ദ്രൻ എന്നാണ് പയ്യന്റെ പേര്, നല്ലൊരു പയ്യനാണെന്നൊക്കെ പറയുന്നു. ഇതേക്കുന്ന ദേവരാജ് നീ ആ പയ്യന്റെ ഒരു ഫോട്ടോ അയക്കാൻ പറയുവാണ്. ശരി, ഞാൻ അയച്ചു വിട്ടേക്കാന്ന് ഈ സമയം ലക്ഷ്മിയും പറയുന്നു. കുറച്ചേരം കഴിഞ്ഞ് രവീന്ദ്രന്റെ അടുത്ത് വന്നിരുന്ന് അവനറിയാതെ ലക്ഷ്മി അവന്റെ ഒരു ഫോട്ടോ ഫോണിലെടുത്ത് ദേവരാജിന് അയച്ചു കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ അവരെ എല്ലാരെയും ഫുഡ് കഴിക്കാൻ വേണ്ടി ലക്ഷ്മി വിളിക്കുവാണ്. അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടി ഇരുന്ന്
ഫുഡ് കഴിക്കുന്ന സമയത്ത് രവീന്ദ്ര സത്യാവസ്ഥയെല്ലാം ലക്ഷ്മിയോട് തുറന്നു പറയുന്നു. ഈ ഒരു കാര്യം കേട്ടതും ലക്ഷ്മി ആകെ ഷോക്കാവുന്നു. ലക്ഷ്മിക്കാണെങ്കിൽ ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് അവളാണെങ്കിൽ അവിടെ പൊട്ടിത്തെറിക്കുന്നു. ഇപ്പൊ തന്നെ നന്ദിനിയോട് ഇവിടുന്ന് ഇറങ്ങിപ്പോണെന്ന് ലക്ഷ്മി അങ്ങനെ പറയുവാണ്. അങ്ങനെ ലക്ഷ്മി ഈ രീതിക്ക് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നന്ദിനിക്കാണെങ്കിൽ ആകെ ഇൻസൾട്ട് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുവാണ്. പോകുന്ന സമയത്ത് അവൾ സാമിനോട് പറയുന്നുണ്ട്, എന്റെ കൂടെ ഇറങ്ങി വരാൻ. എന്നാൽ നമ്മുടെ നായികയ്ക്ക് അമ്മേനെ എതിർത്ത് അങ്ങനെ ഇറങ്ങി പോകാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്, എടി നമുക്ക് അമ്മേനെ കൊണ്ട് സമ്മതിപ്പിക്കാം, ഒന്ന് സംസാരിക്കാം, ഇങ്ങനെയൊക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഞാൻ എന്തായാലും പോവാ, നിനക്ക് എന്റെ കൂടെ വരണമെങ്കിൽ വരാമെന്നും പറഞ്ഞ് നന്ദിനി ഈ സമയം രവീന്ദ്രനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ സാമ ഒരുപാട് സങ്കടപ്പെടുവാണ്. അറ്റ് ദ സെയിം ടൈം ലക്ഷ്മിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അപ്പൊ തന്നെ ദേവരാജ് എന്ന് പറയുന്ന അവരുടെ ഭർത്താവിനെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായികനെയാണ്. അവളിപ്പോ ആ സങ്കടത്തിന്റെ പുറത്ത് വെളിയിൽ മഴ നനഞ്ഞ് അങ്ങനെ നിൽക്കുവാണ്. ഈ സമയം ഇത് കാണുന്ന ലക്ഷ്മിയാണെങ്കിൽ ഒരു കൊടയും കൊണ്ട് ചെന്ന് അവളെ സമാധാനിപ്പിച്ച് വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത്തരം നാളും അവളുടെ ഒരു ആഗ്രഹത്തിനും ലക്ഷ്മി എതിരെ നിന്നിട്ടില്ല. എന്നാൽ ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അമ്മ ഇതിന് സമ്മതിക്കാത്ത എന്നൊക്കെ ഈ സമയം ലക്ഷ്മി അവളോട് പറയുന്നുണ്ട്. ഈ സമയം കരഞ്ഞുകൊണ്ട് നമ്മുടെ നായിക പറയുകയാണ്, അമ്മ എന്റെ ഫീലിംഗ്സും കൂടി മനസ്സിലാക്കണമെന്ന്. ശരിക്കും നമ്മുടെ നായികനോട് ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത് രവീന്ദ്രായിരുന്നു. എന്നാൽ രവീന്ദ്രന്റെ പ്രണയം ആ സമയം നായിക റിജക്ട് ചെയ്തു. കാരണം നായികയ്ക്ക് ചെറുപ്പം തൊട്ടേ ആണുങ്ങളോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസമാണ് വളരെ യാദൃശികമായിട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് നമ്മുടെ നായികനെ കാറിൽ പോകുന്ന നന്ദിനി കണ്ടുമുട്ടുന്നത്. ആ സമയം നന്ദിനി അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു. അങ്ങനെയാണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെടുന്നവര് പിന്നീട് പല സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ മീറ്റ് ചെയ്ത് അവർ തമ്മിൽ വളരെ ക്ലോസ് ആവുന്നു. അങ്ങനെയാണ് പ്രണയത്തിലേക്ക് കൺവേർട്ട് ആയത്. അങ്ങനെ ഇപ്പൊ ഇതുപോലുള്ള കുറച്ച് ഫ്ലാഷ് ബാക്ക് അല്ല ഈ സമയത്ത് കാണിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടാക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത ദിവസം കാണിക്കുന്നു. ഇപ്പൊ ലക്ഷ്മി ആണെങ്കിൽ ഇന്റർനെറ്റിൽ ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെ പറ്റി എല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രവീന്ദ്രനെ കൂട്ടിക്കൊണ്ട് നന്ദിനി അവിടേക്ക് വരുന്നു. സാമിനെ കാണാൻ വേണ്ടി വന്നതാണ് അവള്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയതും സാമിനെ വിളിച്ച് അവളെ കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന ലക്ഷ്മി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവിടെ ഒരു ഒച്ചപ്പാടും ബേളം ഒക്കെ ആവുന്നുണ്ട്. ഈ സമയം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ ഫ്രണ്ടായ രവീന്ദ്രാണ്. അത് കഴിഞ്ഞിട്ട് രവീന്ദ്ര ആണെങ്കിൽ ലക്ഷ്മിയോട് സംസാരിക്കുന്നു. ആന്റി ആക്ച്വലി അവർ തമ്മിൽ നല്ല പ്രണയത്തിലാണ്. ആന്റി ഇപ്പൊ എത്രത്തോളം നന്ദിനിനെ വെറുക്കുന്നോ അതിന്റെ ഇരട്ടി സാമ അവളെ പ്രണയിക്കുന്നുണ്ട്. ആന്റി ഇപ്പൊ നന്ദിനിനെ ഇവിടുന്ന് ഇറക്കി വിട്ട ഒരുപക്ഷെ അവളോടുള്ള പ്രണയം കൊണ്ട് സാമ ഇവിടുന്ന് ഇറങ്ങിപ്പോയേക്കാം. സോ ആന്റി ഒന്ന് ശരിക്കും ആലോചിക്ക്, എങ്ങനെയെങ്കിലും ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് അവരെ ഇഷ്ടം നടത്തി കൊടുക്കാൻ നോക്ക്. ഇത് കേൾക്കുന്ന ലക്ഷ്മി എനിക്കിതൊന്ന് ശരിക്കും ആലോചിക്കണമെന്ന് പറയുന്നു. അതിന് കുറച്ച് ടൈം വേണമെന്ന് പറയുന്നു. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് നന്ദിനി സാമും കൂടി ലക്ഷ്മിന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുവാണ്. അമ്മയ്ക്ക് ഞങ്ങളുടെ ഈ റിലേഷൻ ഒരു ഷോക്കിംഗ് ആയി എന്നറിയാം. ഞങ്ങളിത് വീട്ടിൽ അവതരിപ്പിക്കേണ്ട, ഇത് ഒഴിവാക്കാന്നൊക്കെ ഒരുപാട് ചിന്തിച്ചതാണ്. എന്നാൽ ഞങ്ങളെ കൊണ്ട് അതിന് കഴിയുന്നില്ല. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, ഞങ്ങൾക്ക് പിരിയാൻ കഴിയാത്തതുകൊണ്ടാണ്. അങ്ങനെ അവർ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷ്മി ആണെങ്കിൽ വല്ലാത്ത കുഴപ്പത്തിലാവുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയമാണ് ദേവരാജ് അവിടേക്ക് വരുന്നത്. ഓൾറെഡി ലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതാണ് അയാള്. വന്നപ്പോ ആ കറക്റ്റ് ഇവര് പിടിയുണ്ട്. അങ്ങനെ നായികന്റെ അച്ഛൻ അവിടേക്ക് വന്ന സമയത്ത് രവീന്ദ്ര ആണെങ്കിൽ അങ്കിളൊന്നും വന്നേന്നും പറഞ്ഞുകൊണ്ട് അയാളെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് ദേവരാജ് പറയാണ് അതൊക്കെ അവരുടെ തോന്നലാണ്, അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവർ ഓക്കെ ആയിക്കോളും. ഇത് കേൾക്കുന്ന രവീന്ദ്ര ഈ സമയത്ത് പറയുവാണ്, നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന അതേ താല്പര്യമാണ് അവർക്ക് സെയിം സെക്സിനോട് തോന്നുന്നത്. സോ നമ്മൾ എത്ര ശ്രമിച്ചാലും അതൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. രവീന്ദ്ര ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ദേവരാജ് ചോദിക്കുന്നു, ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാം, താൻ എന്താ വല്ല ഗെയോ ആണോ എന്ന്. ഞാൻ ഗെയോ ഒന്നുമല്ല, കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ സാമിനെ പ്രണയിച്ചിരുന്നു. ആ സമയം ഞാൻ എന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയുകയും ചെയ്തതാണ്. എന്നാൽ അപ്പൊ അവളെന്നോട് അവള് ലെസ്ബിയൻ ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇന്ന് അങ്കിൾ ആലോചിച്ച പോലെയാണ് അന്ന് ഞാനും ആലോചിച്ചത്. അങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ അന്ന് ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. എന്നാൽ അതിനുശേഷം അവളുടെ ഫീലിംഗ്സ് എല്ലാം എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഞാനും അവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ന് ഞാനും അവളും തമ്മിലുള്ളത് നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദേവരാജിന്റെ മനസ്സ് മാറ്റാൻ രവീന്ദ്ര ഒരുപാട് ശ്രമിക്കുന്നു. എന്നാൽ അയാൾക്കാണെങ്കിൽ ഒട്ടും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് അവരൊക്കെ പഴയ ആൾക്കാരും കൂടിയല്ലേ. ഇതേ സമയം തന്നെ ദേവരാജ് രവീന്ദ്രനോട് പറയുവാണ്, ഞാൻ എന്റെ മകളുടെ മനസ്സ് മാറ്റിയ നിനക്ക് എന്റെ മകളെ കല്യാണം കഴിക്കാൻ പറ്റുമോ, നീ പണ്ട് അവളെ പ്രണയിച്ചുകൊണ്ടിരുന്നതല്ലേ എന്ന്. ഇതേക്കുന്ന രവീന്ദ്രൻ ആണെങ്കിൽ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് ദേവരാജ് നേരെ ലക്ഷ്മിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ലക്ഷ്മിന്റെ അടുത്തിരുന്ന് ലക്ഷ്മിനോട് അയാൾ പറയുകയാണ്, ഒറ്റയ്ക്ക് മകളെ വളർത്തിയോണ്ടാണ് ഇപ്പൊ മകള് ഈ ഒരു രീതിയിലായി പോയതെന്ന്. മകളെ വളർത്തേണ്ട സമയത്ത് നിങ്ങൾ ഇട്ടിട്ട് പോയതല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ലേ എന്ന് ലക്ഷ്മി ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് എഴുന്നേറ്റ് സാമിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു അവരോട് സംസാരിക്കാൻ വേണ്ടി. ഇതേ സമയം രവീന്ദ്ര അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ദേവരാജ് നന്ദിനിയെയും നായികനെയും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ സമയം നന്ദിനി പറയുവാണ്, അങ്കിൾ ഞാൻ എന്റെ ഈ ഫീലിംഗ്സ് എല്ലാം എന്റെ വീട്ടുകാരോട് പണ്ടേ പറഞ്ഞതാണ്. അതായത് അവള് ലെസ്ബിയൻ ആണെന്നുള്ള കാര്യം അവൾ വീട്ടിൽ അറിയിച്ചായിരുന്നു. എന്നാൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ അവളുടെ വീട്ടുകാർ അവളെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചു. എന്നാൽ കല്യാണത്തിന് ശേഷം ഒരു ദാമ്പത്യ ജീവിതമൊന്നും അവളെ കൊണ്ട് സാധിച്ചില്ല. കാരണം അവളൊരു ലെസ്ബിയൻ ആയതുകൊണ്ട് തന്നെ ഒരാണിന്റെ കൂടെ താമസിക്കുക എന്നുള്ളത് അവൾക്ക് പറ്റില്ലായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് അവരുടെ ജീവിതം തകർന്നുപോയി. അതിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും അയാളുടെ വീട്ടുകാരിൽ നിന്നും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും യാതനകളും ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലെ ഗതി കെട്ട് അവൾ ആ വീട്ടിൽ നിന്ന് ആരും അറിയാതെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നെ ഇന്നേ വരെ ആ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. സോ തനിക്കുണ്ടായ ഒരു അവസ്ഥ നിങ്ങളുടെ മകളായ സാമിനുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നതെന്ന് അവൾ പറയുന്ന സമയത്ത് ദേവരാജ് ആണെങ്കിൽ ആകെ സ്റ്റക്ക് ആവുന്നു. ഇതിനൊരു മറുപടി കൊടുക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അങ്ങനെ കുറെ നേരം അയാളിരുന്ന് എന്തൊക്കെ ആലോചിക്കുവാണ്. അതിനുശേഷം പറയുവാണ്, നന്ദിനി നിനക്ക് കിട്ടിയത് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭർത്താവായിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു എന്ന്. നിന്റെ ഫീലിംഗ്സ് എന്ത് തന്നെയാണെങ്കിലും അയാൾ അതെല്ലാം മാറ്റിയെടുത്തേനെ എന്ന്. ഇത് കേൾക്കുന്ന നന്ദിനി അത് വെറും തോന്നൽ മാത്രമാണെന്ന് പറയുന്നു. അപ്പൊ ദേവരാജ് ആണെങ്കിൽ സപ്പോസ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കുട്ടി ഉണ്ടാവുമെന്ന് ചോദിക്കുന്നു. അത് പോസിബിൾ അല്ല, പക്ഷെ ഒരുപാട് കുട്ടികൾ
അനാഥരായിട്ട് ഇവിടെ ജീവിക്കുന്നില്ലേ, അതിലൊരു കുട്ടീനെ ദത്തെടുത്താ പോരെയെന്ന് ഈ സമയം സാമു ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ദേവരാജ്, ശരി അങ്ങനെ ഒരു കുട്ടീനെ ദത്തെടുത്തൊന്നിരിക്കട്ടെ, ആ കുട്ടി ആരെ അച്ഛനെന്ന് വിളിക്കുമെന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സാം തിരിച്ചു ചോദിക്കുവാണ്, അച്ഛനില്ലാതെ എത്ര കുട്ടികൾ ജീവിക്കുന്നുണ്ട്, ഞാൻ തന്നെ എന്റെ ചെറുപ്പം മുതൽ ഇത്രയും നാളും ജീവിച്ചത് അച്ഛനില്ലാതെയല്ലേ, എന്നെ വളർത്തിയത് എന്റെ അമ്മയല്ലേ, അതുപോലെ ഞങ്ങളും ആ കുട്ടീനെ വളർത്തിക്കൊള്ളാമെന്ന്. അവൾ ഇങ്ങനെയെല്ലാം പറയുന്ന സമയത്ത് ദേഷ്യം വരുന്ന ദേവരാജ് പറയുവാണ്, ഞാൻ നിന്റെ അമ്മേനെ ഉപേക്ഷിച്ചത് അവൾ ചെയ്തൊരു തെറ്റുകൊണ്ടാണെന്ന്. എന്നിട്ട് അയാൾ അത് പറയുന്നു. സാമിന് 8 വയസ്സ് പ്രായമുള്ള സമയത്ത് ലക്ഷ്മി 2ാമത് പ്രഗ്നന്റ് ആയി. എന്നാൽ കുഞ്ഞിനെ ദേവരാജിനെ അറിയിക്കാതെ അവൾ അബോർട്ട് ചെയ്തു. അതൊരിക്കലും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ദേവരാജ് ലക്ഷ്മിയായിട്ട് ഡിവോഴ്സ്ഡ് ആയത്. ഇല്ലെങ്കിൽ ഇപ്പോഴും സാമിന്റെ അച്ഛനായിട്ട് ദേവരാജ് ഇവിടെ ഉണ്ടായേനെ. അങ്ങനെ ദേവരാജ് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് കരഞ്ഞോണ്ട് ലക്ഷ്മി പറയുവാണ്, സാമിനെ പ്രസവിച്ചപ്പോൾ അനുഭവിച്ച വേദന അത്രയധികമായിരുന്നു. അതുപോലത്തെ വേദന ഇനിയും തന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ തനിക്കതിന് കഴിയാത്തതുകൊണ്ടാണ് താൻ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തതെന്ന്. ഈ ഒരു കാര്യം ദേവരാജിന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വരില്ല. അതിന്റെ ഒരു ശാപമായിരിക്കും ഇന്ന് താൻ അനുഭവിക്കുന്നത്. ഇങ്ങനെയും കൂടി അവൾ പറയുന്ന സമയത്ത് ദേവരാജ് പറയുന്നു, തീർച്ചയായിട്ടും ആ ശാപം തന്നെയാണ് ഇപ്പൊ നിനക്ക് കിട്ടുന്നതെന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ നായിക പറയുകയാണ്, ഇത് ശാപമോ ശിക്ഷയോ ഒന്നും തന്നെയല്ല, ഇത് ഞങ്ങളുടെ ഫീലിംഗ്സ് ആണ്. ഇതേസമയം അവരുടെ ജോലിക്കാരിയായ മേരി ആണെങ്കിൽ തന്റെ മകളുടെ കുഞ്ഞിന് സുഖമില്ലാന്നും പറഞ്ഞുകൊണ്ട് കോള് വന്നു. സോ അവളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. സോ ഒന്ന് പുറത്തേക്ക് പോവുക. സോ തന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു 500 രൂപ തരുമെന്ന് ലക്ഷ്മിനോട് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ലക്ഷ്മി അവൾക്ക് 500 പകരം 1000 രൂപ കൊടുക്കുന്നു. എന്നിട്ട് ഈ എമൗണ്ട് സാലറിയിൽ നിന്ന് കട്ടിയില്ല എന്നും പറയുവാണ്. ഇവിടെ നടന്ന ഈ കാര്യങ്ങളെല്ലാം മേരി എന്ന് പറയുന്ന വേലക്കാരിയും കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതുവരെ പുറത്തേന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട് ലക്ഷ്മി അവൾക്ക് കൊടുത്തത്. എന്നാൽ ഈ കാര്യം മനസ്സിലാവുന്ന മേരി ആണെങ്കിൽ തനിക്ക് 1000 ഒന്നും വേണ്ട, 500 രൂപ മാത്രം മതി. പിന്നെ തനിക്ക് അന്ന് ഈ 500 രൂപ സാലറിയിൽ നിന്ന് കട്ടിയില്ല എന്ന് ചേച്ചി പറഞ്ഞല്ലോ, അതിന്റെ ആവശ്യമില്ല, സാലറിയിൽ നിന്ന് കട്ട് ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും ഇവിടുത്തെ വേലക്കാരിയായ ഞാൻ പുറത്തുപോയി പറയില്ല. ചേച്ചി അതാലോചിച്ച് ടെൻഷൻ ആവണ്ട. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മുടെ മോളും നന്ദിനി എന്ന് പറയുന്ന ആ പെണ്ണും അവർ ഒരുമിച്ചുള്ളപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്ക്. ഇന്നത്തെ കാലഘട്ടമല്ലേ, എല്ലാവരും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുവല്ലേ എന്നും മേരി പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അവര്. കണ്ട, ജോലിക്കാരിയായ മേരിക്ക് മനസ്സിലായ കാര്യം പോലും സാമിന്റെ അമ്മയായ ലക്ഷ്മിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ചേരം കഴിഞ്ഞ് ലക്ഷ്മിയും ദേവരാജും കൂടി വീണ്ടും നായികനോടും നന്ദിനിയോടും സംസാരിക്കുന്നു. ഇപ്പൊ ദേവരാജ് പറയുന്ന കാര്യം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇവർ തമ്മിലുള്ള പ്രണയം അത് റിയൽ ആണെങ്കിൽ ഇനിയുള്ള ഒരു കൊല്ലം ഇവർ തമ്മിൽ കോൺടാക്ട് ഒന്നും വെക്കാൻ പാടില്ല, തമ്മിൽ കാണാനോ സംസാരിക്കാനോ ഒന്നും തന്നെ പാടില്ല. അതിൽ ഇവർക്ക് രണ്ടുപേർക്കും കൗൺസിലിംഗ് കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇവരുടെ ഇടയിലെ പ്രണയം ഉണ്ടെങ്കിൽ ഇവരുടെ പ്രണയം സത്യമാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ ബന്ധത്തിനോട് വീട്ടുകാരെ ഓക്കെ പറയും. അങ്ങനെ നായികന്റെ പേരൻസ് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് നായികയാണെങ്കിൽ അതൊന്നും വേണ്ട ഇങ്ങനെ പറയുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന നന്ദിനി പറയുവാണ്, നമ്മുടെ പ്രണയം അത് സത്യമാണെന്ന് തെളിയിക്കാൻ ഇത് മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ. അവർ പറയുന്നില്ല നമുക്ക് ചെയ്യാം, ഒരു കൊല്ലം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കേൾക്കുന്ന സാമ് എന്നാ പിന്നെ അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നും പറഞ്ഞ് ആ ഒരു കാര്യത്തിനൊക്കെ പറയുന്നു. ഈ സമയം ദേവരാജ് പറയുന്നുണ്ട്, ഇനി സപ്പോസ് നമ്മുടെ നായികന്റെ ഫീലിംഗ്സ് മാറിയ ഈ രവീന്ദ്രനെ നായിക കല്യാണം കഴിക്കണമെന്ന്. ഇത് കേൾക്കുന്ന രവീന്ദ്ര ആണെങ്കിൽ ഈ അങ്കിൾ എന്താ പറയുന്നുള്ള രീതിയിൽ നോക്കുന്നു. ഇത് കേൾക്കുന്ന നായിക, അച്ഛന്റെ എല്ലാ ഡിമാൻഡിനും ഞാൻ ഓക്കെയാണ്, 1 കൊല്ലമല്ല 2 കൊല്ലമല്ല ഇനി 10 കൊല്ലം കഴിഞ്ഞാലും ഞങ്ങൾ തമ്മിലുള്ള ഫീലിംഗ്സ് മാറില്ല എന്ന് ഇങ്ങനെയും പറഞ്ഞ് അവൾ അവിടെ വെച്ച് നന്ദിനിനെ കിസ് ചെയ്യുന്നു. ഈ സമയം ദേവരാജ് ലക്ഷ്മിയും കൂടി അവരെ പിടിച്ചു മാറ്റുന്നു. അങ്ങനെ ഈ സമയം അവിടെ ഒരു പ്രശ്നമാവുന്നുണ്ട്. ഇപ്പോഴും രവീന്ദ്രനാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ സമയം ദേഷ്യം വരുന്ന സാമാണെങ്കിൽ ഇപ്പൊ തന്നെ നന്ദിനിയോടൊപ്പം അവിടുന്ന് ഇറങ്ങുവാണെന്ന് പറയുന്നു. അങ്ങനെ അവൾ പോകാൻ തുടങ്ങുന്ന സമയത്ത് ലക്ഷ്മി ആണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നു. ഇതേസമയം ദേവരാജിനാണെങ്കിൽ അവരുടെ ഫീലിംഗ്സ് ശരിക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് അയാൾ പറയുവാണ്. ദേവരാജ് സമ്മതിച്ചു കഴിഞ്ഞപ്പം ലക്ഷ്മി ഏകദേശം അതിനൊക്കെ പറയുന്നു. അങ്ങനെ നായിക പോകാൻ ഇറങ്ങുന്ന സമയത്ത് വിഷമം കൊണ്ട് ലക്ഷ്മി പറയുവാണ്, ഒരു ദിവസം കൂടി മോൾക്ക് ഇവിടെ നിന്നൂടെ എന്ന്. ഇതേക്കുന്ന നന്ദിനി പറയുന്നു, അമ്മയ്ക്ക് ഇഷ്ടമുള്ള അത്രയും ദിവസം സാമിന് ഇവിടെ നിർത്തിക്കോ, ഒരു കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ഫീലിംഗ്സ് മനസ്സിലാക്കിയല്ലോ, നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് അവളെ അയക്കാൻ തോന്നുന്ന സമയത്ത് അയച്ചാൽ മതി, ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന്. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് രവീന്ദ്രനെ കൂട്ടി ഇറങ്ങുകയും ചെയ്യുന്നു. ഈ സമയം അവർ രണ്ടുപേരും രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് ഇത്രയും ഹെൽപ്പ് ചെയ്തതിനെല്ലാം നന്ദി പറയുവാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ തന്റെ ഫീലിംഗ്സ് എല്ലാം മനസ്സിലാക്കിയോണ്ട് നായിക അമ്മേന്റെ അടുത്തേക്ക് എത്തി അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അവിടുന്ന് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണിക്കുന്നു. ഇപ്പൊ നമ്മുടെ സാമും നന്ദിനിയും കൂടി ഒരു കടൽക്കരയിൽ അങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവരെ പോലുള്ള കുറെ പെൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അവർ ഹാപ്പിയാണെന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ്ങോടെ ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നു. അപ്പം മച്ചാമാരെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് ഈ മൂവിനെ പറ്റി തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. പിന്നെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.